ഞാൻ എന്തുകൊണ്ട് കോമരമായില്ല എന്ന് ഞാൻ ദേവിയോട് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ എൻ്റെ ശുദ്ധ ചൈതന്യമാണ്, അതായത് സത്വ ചൈതന്യമാണ്. ദേവിക്ക് തന്നെ തമോ രജോ സത്ത് ഗുണങ്ങളുണ്ട്, 3 തരം ഗുണങ്ങളുണ്ട്. അപ്പോൾ സത്ത് ഗുണമാണ് ലക്ഷ്മി ദേവി, രജോ ഗുണമാണ് പാർവതി, തമോ ഗുണമാണ് കാളി. എന്നാൽ ഈ 3 ഭാവങ്ങളും പരാശക്തിയുടെ 64 യോഗിനി കലകളിലുള്ള ഒരു കലയാണ്. ഭഗവതി നിന്ന് ഉള്ള വിഭൂതി എന്ന് പറയാം, വിഭൂതി എന്ന് പറയാം. അപ്പോൾ ഇതെല്ലാം ഭഗവതിയിൽ തന്നെയാണല്ലോ. അപ്പോൾ കാളിക്ക് മാംസങ്ങളെ പ്രിയമാണ്, കാളി ചൈതന്യത്തിന് മാംസാഹാരം. അപ്പോൾ ദേവി പറയുന്നത് എന്താ പറയുക, ബലി നൽകണം, ഞാൻ സംപ്രീത ആവണമെങ്കിൽ ബലി നൽകണം. കോടി ലിംഗങ്ങൾ പ്രതിഷ്ഠിക്കാനാട്ടിയും ദേവിക്കിഷ്ടം ബലി നൽകിയിട്ട് വിളിക്കണതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാധകൻ, ഏത് സാധകൻ, ബലി നൽകണ ഒരു സാധകന് ഈ ജീവനെ ദേവിയിലേക്ക് ലയിപ്പിക്കാൻ പ്രാപ്തി വരണം. അത് മന്ത്രസിദ്ധി കൊണ്ട് നേടണം. അവിടെ അറക്കപ്പെട്ടു എന്നുള്ളതല്ല, ഹനിക്കപ്പെട്ടു എന്നുള്ളതല്ല, ആ പ്രാണനെ ദേവിയിലേക്ക് ലയിപ്പിക്കുകയാണ്. അപ്പം ഇവിടെ എന്താണ്, രക്തമാണ് ഭഗവതിക്ക് ഭക്ഷണമായിട്ട് കൊടുക്കുന്നത്, പാനം ചെയ്യുക എന്നുള്ളത്, രക്തം പാനം ചെയ്യുക. അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണ്, ശക്തിക്ക് വേണ്ടിയിട്ടാണ്. ഈ ശക്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഭഗവതി രക്തം പാനം ചെയ്യണത്. ചണ്ടമുണ്ട വാദത്തിലൊക്കെ അത് പറയുന്നുണ്ട്. മറ്റേ രക്തബീജൻ്റെ രക്തം ഒക്കെ ഭഗവതി പാനം ചെയ്തു, അല്ലെങ്കിൽ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും അസുരന്മാരുണ്ടാവും എന്നുള്ളതാണ്.